അയ്യോ, ഇയാൾ ആരാ? ഇവന്റെ പേര് രാഘവൻ എന്ന ഭയങ്കര കൊള്ളക്കാരനാണ്. കുറച്ച് ദിവസത്തിനു മുമ്പ് ജയിലിൽ നിന്ന് ഇവന്റെ ഗ്രൂപ്പ് മുഴുവൻ ചാടി പവൻപൂരിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നാണ് അറിവ് കിട്ടിയത്. ഓ, അതാണല്ലേ കാര്യം. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും പോലീസുകാരെ നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു കൊള്ളക്കാരും കള്ളന്മാരും വരില്ല. കാരണം ഹനുമാനെ എല്ലാവർക്കും പേടിയാണ്. ഞങ്ങളെ രക്ഷിക്കുന്നത് ഹനുമാനാണ്. ആ, ഹനുമാൻ ഗദ കൊണ്ട് ഒരു ഇടിയിടിച്ചാലുണ്ടല്ലോ എല്ലാവരും പൊടിഞ്ഞു പോകും. ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ഭയങ്കര കൊള്ളക്കാരാണ് ഇവരെല്ലാം. ഹനുമാൻ സ്വാമി, ഞങ്ങളുടെ പവൻപൂരിനെ രക്ഷിക്കണേ. ഹനുമാനെ, ഞങ്ങളുടെ പ്രാർത്ഥന ദയവായി കേൾക്കണേ. കേട്ട് കഴിഞ്ഞു. അതായത് അദ്ദേഹം തീർച്ചയായും കേട്ട് കാണും. ശരി, വാ, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. കട്ടൂനെ തോൽപ്പിച്ച് തൊപ്പിയിടിപ്പിക്കാം. അയ്യോ വേണ്ട, അവൻ ഭയങ്കരമായിട്ട് ചീറ്റിംഗ് ചെയ്യും. ഞാനില്ലപ്പ കളിക്കാൻ വരാം. എന്തിനാണ് നീ പേടിക്കുന്നേ? വാ. ആ രാഘവൻ പവൻപൂരിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു. പക്ഷെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അവൻ ഭയങ്കര കൊള്ളക്കാരൻ തന്നെയാണ് സാറേ. മുഴുവൻ പോലീസ് ഫോഴ്സും അവന്റെ പിന്നാലെയാണുള്ളത്. എന്നിട്ട് അവൻ പിടിതരാ നടക്കുന്നത് കണ്ടില്ലേ? വളരെ സൂക്ഷിക്കണം, പോലീസുകാരിവിടെയൊക്കെ ചുറ്റുന്നുണ്ട്. വളരെ മോശമായ സ്ഥലമാണ്. ഒരു പ്രശ്നവുമില്ല ബോസ്, ആ കാര്യം ഞങ്ങൾ ഏറ്റു. അങ്ങോട്ട് നോക്ക്, അവരെ കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇവർ കള്ളന്മാരാണെന്നാ തോന്നുന്നേ. ശരി, വരൂ, പിടിക്കാം, വരൂ. ഇല്ല, പെട്ടെന്ന് അത് ചെയ്യണ്ട. ഒച്ച ഉണ്ടാക്കരുത്. കയ്യിലുള്ളതല്ല എടുക്ക്. എടുക്കാനല്ലേ പറഞ്ഞത്? എന്താ നോക്കി നിൽക്കുന്നത്? എടുക്ക. എല്ലാം എടുത്തോണ്ട് പോവല്ലേ. എന്റെ ഭാര്യയും മകളും പട്ടിണിയാവും. ബാക്കി വെക്കണേ എന്തെങ്കിലുമൊക്കെ. ഞങ്ങൾക്ക് ഇത്രയധികം ആഭരണങ്ങളൊന്നും കാണാനുള്ള യോഗമില്ല. അതാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഗുരു, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. ആരെങ്കിലും ഒച്ച ഉണ്ടാക്കിയാലുണ്ടല്ലോ കൊന്നുകളയും. മനസ്സിലായോ? ഗുരു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പോലീസുകാർ നമ്മളെ പിടികൂടിയെന്നാ തോന്നുന്നത്. കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കട്ട മുതലെല്ലാം ഇങ്ങ് തന്നേക്ക്. ആയുധങ്ങളും താഴെയിട്. ആയുധങ്ങളും. അയ്യോ, കുടുങ്ങിയല്ലോ. നിന്നോട് കൂടിയാണ് പറഞ്ഞത്. എന്താ കേട്ടില്ലേ? പെട്ടെന്ന് വന്ന് സറണ്ടർ ആക. കീഴടങ്ങാൻ ഇൻസ്പെക്ടർ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയുന്ന കേൾക്ക. അങ്ങനെ ചെയ്യില്ല. നിക്ക്, ഓടല്ലേ. നിക്കാനല്ലേ പറഞ്ഞത്? പറ്റുന്നില്ല. പണം പണം പണം. ഞാൻ വലിയ പണക്കാരനാണ്. ഇതെനിക്ക്. പിടിക്കവനെ, പിടിക്കവനെ. അവനെ വിടല്ലേ. മിങ്കു, സൂക്ഷിച്ചു, അല്ല വല്ല പരിക്ക് പറ്റും കേട്ടോ. മാരുതി, എന്നെ കൊണ്ട് പറ്റൂലേ? മിങ്കു, തീർച്ചയായും കഴിയും. മിങ്കു, നീ അവിടെ തന്നെ നിന്നാ മതി. നിനക്ക് ഔട്ട് പറയാം. നിനക്ക് ബോൾ ചെയ്യാൻ സാധിക്കില്ല.
പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ നല്ല ചോട്ടെന്നാണോ പറയുന്നേ? അയ്യേ, ഇവനൊന്നും അറിയില്ല. ശരിക്കുള്ള കളിക്കാര് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യട്ടെ, വിട്. ഇവന്റെ ആദ്യത്തെ ഒരു റണ്ണല്ലേ. ഇവന്റെ വിചാരം വലിയ സെഞ്ചുറി അടിച്ചെന്ന് കരുതിയിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്. ആരും അടുക്കരുത്. അടുത്തു കഴിഞ്ഞാൽ ഇവന്റെ കഥ ഞാൻ തീർക്കും. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോയിക്കോളൂ, ഞാൻ എന്റെ വഴി നോക്കി പോകാം. പറഞ്ഞത് മനസ്സിലായോ? രാഘവ, പയ്യനെ മര്യാദയ്ക്ക് വിടുന്നതാണ് നിനക്ക് നല്ലത്. എനിക്ക് പേടിയാന്ന് എന്നെ വിട്ടേക്ക്. മാരുതി എങ്ങോട്ടാ പോകുന്നത്? മിങ്കുവിനെ രക്ഷിക്കാൻ. അയ്യോ വേണ്ട മാരുതി. ഹനുമാൻ എന്നെ വന്ന് രക്ഷിക്കൂ. ശരി മിങ്കു, നീ വിഷമിക്കണ്ട, ഞാനിത് എത്തിയില്ലേ. അല്ല, നീ എന്തിനാ വന്ന മാരുതി? ഞാൻ ഭഗവാൻ ഹനുമാനെയല്ലേ വിളിച്ചത്. മോനെ, ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഞങ്ങളോട് കളിക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാ കുടുങ്ങിപ്പോകും കേട്ടോ. എന്താ പറഞ്ഞത്? നിങ്ങൾ പോലീസിനെ രക്ഷപ്പെടണോ വേണ്ടേ? ഇവിടെ തന്നെ നിന്നാ കുടുങ്ങിപ്പോകും. എന്നെ നീ പഠിപ്പിക്കാൻ നോക്കണ്ട, നിന്നെ കൊണ്ടുപോകും ഞങ്ങള്. ഹലോ, ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്നെ പൊക്കിക്കൊണ്ട് പോ, എന്നാലേ എല്ലാം ശരിയാകൂ. ഇവൻ കരഞ്ഞ് നാട് മുഴുവനും വിളിക്കും. എന്നെ വിളിച്ചോണ്ട് പോയാൽ ഞാൻ കരയില്ല. അങ്ങനെ എനിക്ക് കാടുവഴി പോവാനും വഴി അറിയാം. കാട് എവിടെയാണ്? ഇവിടുന്ന് വലത്തോട്ടാണ്. അത് അവൻ ഓടുന്നു, പിടിക്കവനെ. ഈ കാടിന്റെ 4 സൈഡ് നമ്മുടെ ആൾക്കാരുണ്ടായിരിക്കണം. നീ സ്റ്റേഷനിൽ പോയി ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ട് വാ. നിങ്ങൾ എന്റെ കൂടെ വാ. ഈ പയ്യന് വല്ലാത്ത സൂക്കേട് തന്നെ. എന്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഹനുമാൻ, ഞാൻ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാ. എന്തുകൊണ്ടാ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ നേരത്തെ വരാതിരുന്നേ? ഹനുമാന് പകരം ഇന്ന് മാരുതിയാ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. മാരുതി വന്നത് അപകടത്തിൽ പെടുകയും ചെയ്തു. നമ്മൾ ഇവിടെ നിന്നാണല്ലോ പുറത്തേക്ക് പോയത്. വീണ്ടും ഇങ്ങോട്ട് എന്തിനാ വന്നത്? മോനെ, എന്നോട് നീ കളിക്കരുത് കേട്ടോ. കാട്ടിലെല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാ ഉണ്ടാവുക.